സുഹൃത്തുക്കളെ, എറണാകുളം വരെ വീണ്ടും കാറിനകത്തൊരു ഓട്ടം വന്നപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6 വരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തായിട്ടാണ്. അപ്പോൾ അവിടുന്ന് രാവിലെ ഒരു 4:30 ആയപ്പോൾ ഇറങ്ങിയതാണ് വീട്ടിൽ. ഈ ഒരു സമയമായപ്പോൾ എത്തിയൊരു സമയം ഒരു 6:30 ആയിട്ടുണ്ട്. 6 മണി 6:30 ആ ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കുറച്ച് വീഡിയോസിന് മുമ്പേ നമ്മൾ മുകളത്തെ കാഴ്ചകൾ കാണിച്ചു. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് താഴ്ഭാഗത്തെ കാഴ്ചകളാണ്. തുറവൂര് കഴിഞ്ഞ് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അവരുടെ അത്യാവശ്യം ഇവിടെ പെയിന്റ് അടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. തൂണുകളുടെയൊക്കെ പെയിന്റ് അടി കുറച്ച് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവർ ഈ ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്ത് അടിച്ചിരിക്കുന്ന ഒരു ആഷ് കളറാണ് അടിച്ചിരിക്കുന്നത്. പെയിന്റ് ആയിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും ഈ കോൺക്രീറ്റിന് കേടുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ വല്ലതും ആയിരിക്കും അടിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ മീഡിയന്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തൂണിന്റെ അടിഭാഗത്തായിട്ടുള്ള സ്ഥലത്ത് അവർ ചെടിയൊക്കെ നട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വലതുഭാഗത്തായിട്ട് ചെടി നട്ടിട്ടുണ്ട്. ഇത്രയും ഭാഗത്തായിട്ട് പണി ഏകദേശം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ ഡ്രൈനേജിന്റെ പണി ഇടതുഭാഗത്തായിട്ട് കഴിഞ്ഞായിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്കിവിടെ പ്രധാനമായിട്ട് ഇനി ഒരു 2 സൈഡിലുമായിട്ട് ഈ 2 വരി റോഡിന്റെ പണി ഇവിടെ ആയിരിക്കും വരുന്നത്. മൊത്തം 10 വരി ആയിരിക്കും വരുന്നത്. മുകളില് 6 വരിയും താഴെ 4 വരി പാതയും ആയിരിക്കും വരുന്നത്. അപ്പം പണികൾ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. അടുത്തൊരു 6 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അത് എത്രത്തോളം ആയി പോകുമെന്ന് അറിയത്തില്ല. കാരണം ഈ ഒരു 10-13 കിലോമീറ്ററോളം താഴത്തെ ഭാഗം, അതായത് നമ്മളിപ്പോൾ ഈ പോകുന്ന താഴത്തെ ഭാഗത്ത് ഇനി ടാർ ചെയ്യാനുണ്ട്. ഈ പഴയ റോഡൊക്കെ പൊളിച്ചു മാറ്റി കളയാനുണ്ട്. ഈ 2 സൈഡിലും ഇനി അരൂരും തുറവൂരിലും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. അപ്പൊ അത്രയും ഹൈറ്റിലായിട്ട് തന്നെ മണ്ണിട്ട് ഉയർത്തിയിട്ട് വരേണ്ട പണികളുണ്ട്. അപ്പം അതാണ് ഇനി നടക്കേണ്ടതായിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ കൂടി വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് താഴത്തെ ടാറിംഗ് പരിപാടികളൊക്കെ കഴിയുമായിരുന്നെങ്കിൽ അപ്പൊ അത്രയും ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കാണത്തില്ല. പക്ഷെ പറയാൻ പറ്റത്തില്ല, എങ്ങനെ ഉണ്ടാവുമെന്നുള്ളത് കാര്യം പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടൊക്കെ ഇനിയും പെയിന്റ് അടിക്കാനുണ്ട്. പിന്നെ ഈ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബീമിന്റെ ഒക്കെ ഭാഗം എടുത്തു മാറ്റാനുണ്ട്. നമ്മളിപ്പം തുറവൂര് കഴിഞ്ഞിട്ട് പാട്ടുകുളങ്ങര ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ വലതുഭാഗത്ത് നിന്നാണ് നമുക്ക് എക്സിറ്റ്, അതായത് അരൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഒരു ഭാഗത്ത് വലതുഭാഗത്തായിട്ട് എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുറവൂര് ഭാഗത്ത് നിന്ന് എക്സിറ്റ് എടുത്തു പോകാനുള്ള. രാവിലെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ പാട്ടുകുളങ്ങര കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് പോവുകയാണ്. ഞായറാഴ്ച രാവിലെ ആയിട്ട് കൂടി ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മുമ്പിൽ ഒരു 2-3 ടൂറിസ്റ്റ് ബസ് പോകുന്നുണ്ട്. അതിപ്പം കുഴിയൊക്കെ ആയതുകൊണ്ട് അത് പതുക്കെ പോകുന്നോണ്ടാണ്. ഇവിടൊക്കെ അതിന്റെ ഗർഡറുകൾ പിറക്കി വെച്ചിട്ടേ ഉള്ളൂ. അതിന്റെ മുകളിൽ ഇനി കോൺക്രീറ്റ് ചെയ്യേണ്ട പണികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ബാക്കിയുണ്ട്. ഒത്തിരി പണികൾ ബാക്കി കിടക്കുകയാണ്. തൂണുകളുടെയൊക്കെ നിർമ്മാണം ഇനിയും പിയർ ക്യാപ്പുകളുടെയൊക്കെ നിർമ്മാണം കഴിയാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പാട്ടുകുളങ്ങര കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിയുമ്പോൾ നമ്മള് ഇവിടൊക്കെ തൂണുകളുടെ മുകളിൽ ഇനി പണി നടക്കാനുണ്ട്. കണ്ടോ, ഇത്രയും തൂണുകളുടെ മുകളിലായിട്ട് ഇനി ആ ഒരു ബീമിന്റെ നിർമ്മാണവും സപ്പോർട്ട് കൊടുക്കുന്ന ഇരുമ്പിന്റെ ബീമിന്റെ നിർമ്മാണവും
പിന്നെ ഗർഡറുകളൊക്കെ വെക്കാനൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ട്. ഇവിടെ നല്ല സ്റ്റീലിന്റെ ഗർഡറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പോൾ, കുത്തിയത്തോട് ഭാഗത്തായിട്ട് എത്തുമ്പോൾ ഇവിടെ ഒരു പാലം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ ആ ഒരു ഭാഗം വരുന്നിടത്തായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ സ്റ്റീലിന്റെ ഗർഡറുകൾ കുറച്ച് ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ദാണ്ട ഗർഡറുകൾ വെക്കുന്ന പണികൾ ഇപ്പം പുരോഗമിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ നമ്മൾ കുത്തിയത്തോട് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ മുതൽ അടുത്ത ഒരു എന്താന്നാണ് കുത്തിയത്തോട് വരെയാണ് ഒരു കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അഞ്ചായിട്ട് അവര് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ തുറവൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതുപോലുള്ള പണികൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞ് ഏകദേശം പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടൊക്കെ കുറച്ച് നീളത്തിലായിട്ട് തന്നെ ഇവിടെ ഇടതു ഭാഗത്ത് ഡ്രൈനേജിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇവര് ഫൈബർ കമ്പികളാണ് ഉപയോഗിക്കുന്നത്. ഒരു പച്ച കളർ രീതിയിലുള്ള ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഒരു ഫൈബർ കമ്പിയാണ്. അപ്പം തുരുമ്പിക്കത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. മറ്റ് പഴയ കമ്പിയേക്കായിയൊക്കെ നല്ല കമ്പിയാണെന്നാണ് പറയുന്നത്, നല്ല സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ എന്നാണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ തൂണിന്റെ സൈഡിൽ നിന്ന് തന്നെ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. അവിടെ മീഡിയൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ മണ്ണ് നീക്കം ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇവിടൊക്കെ ഒരു സൈഡിലായിട്ട് തന്നെ ബാരിക്കേഡൊക്കെ വെച്ച് ആയിരുന്നു ഒരു പണി ആരംഭിച്ചിരുന്നത്. ഇപ്പം ബാരിക്കേഡുകളൊക്കെ ഒരുപാട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഒരുപാട് സ്ഥലത്ത് ഓപ്പൺ ആയി കിടക്കുകയാണ്. ഇവിടെ പഴയ മണ്ണാന്ന് തോന്നി ഈ ഒരു സൈഡിലായിട്ടൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത്. ഇടതുഭാഗത്ത് ഡ്രൈനേജ് കഴിഞ്ഞ ഭാഗത്തായിട്ട് കണ്ട സൈഡിൽ മണ്ണ് കുറച്ച് ഒതുക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ആ ഒരു ഹൈറ്റിലായിട്ടായിരിക്കും ഡ്രൈനേജിന്റെ പണി എത്ര ഹൈറ്റില ആ ഒരു ഹൈറ്റിലായിട്ടായിരിക്കും പ്രധാനപ്പെട്ട റോഡ് ആ ഒരു ലെവലിലായിട്ടായിരിക്കും വരാനുള്ള സാധ്യതയുള്ളത്. കാരണം വെള്ളം വരും, താഴത്തെ റോഡിൽ വരുമ്പോൾ അങ്ങോട്ട് ഒഴുകി പോകേണ്ട ഒരു കാര്യം കൊണ്ട് ചിലപ്പോൾ അതിനൊക്കെ ശകലം കൊണ്ട് ഒരു പൊടിക്കൂടെ ഉയരത്തിലായിട്ടായിരിക്കും ഇവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് ഇവിടെ താഴത്തെ നാലുവരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള സാധ്യതയുള്ളൂ. നമ്മള് ചമ്മനാട് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ചമ്മനാട് ഗ്രൗണ്ട് ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ഭാഗത്തായിട്ടാണ് തോന്നുന്നു എത്തിയിരിക്കുന്നത്. താഴത്തെ കാഴ്ചകൾ ഇതേപോലെയാണ്. നമ്മള് അരൂരിൽ നിന്ന് ഇങ്ങോട്ട് തുറവൂരോട്ടുള്ള ഭാഗത്തെ താഴ്ചയിലുള്ള കാഴ്ചകൾ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു 2 കിലോമീറ്ററോളം നമുക്ക് ഒരു ഭാഗത്തായിട്ട്, അതായത് ചന്ദരൂര് ഭാഗത്ത് നമ്മളെ ഒരു ഡൈവർഷൻ ചെയ്ത് ഉള്ളിൽ കൂടെ കയറ്റിയാണ് വിടുന്നത്. അപ്പൊ നമുക്ക് അത്രയും ഭാഗത്ത് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനത്തെ നമ്മൾ തുറവൂരിൽ നിന്ന് അരൂര് ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നിക്കുന്ന മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും താഴത്തെ കാഴ്ചകൾ. അപ്പോൾ ഒത്തിരി അടുത്ത് നമ്മൾ ഇവിടെ വരുമ്പോഴൊക്കെ ഈ ഒരു സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഇരുമ്പിന്റെ ബീം അഴിച്ചു മാറ്റാനൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. നമ്മളിപ്പം മോഹം ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. മോഹം ഹോസ്പിറ്റല് വരുന്ന ഭാഗത്തായിട്ടാണ് എരമല്ലൂരിലെ ടോൾ പ്ലാസ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. നല്ല നീളത്തിലായിട്ടാണ് ഇവിടെ ഒരു ബിയർ ക്യാമ്പിന്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത്. രണ്ട് സൈഡിലുമായിട്ട് രണ്ടറ്റത്തുമായിട്ട് 2 തൂണുകളുടെ നിർമ്മാണം കൂടെ കഴിഞ്ഞ് സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു സൈഡിലായിട്ട്
ടോൾ പ്ലാസ വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു എത്രണ്ണോ ഇത് എണ്ണി വെക്കാൻ പോലും സമയം കിട്ടുന്നില്ല. കുറെ നടന്ന് വണ്ടി ഓണടിക്കുക. ഇപ്പം ടോൾ പ്ലാസ വരുന്ന ഭാഗത്തെ പണികൾ താണ്ട പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗത്തെ തൂണുകളുടെയും ക്രോസ് ഗർഡറുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി ബാക്കി വരുന്ന തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ആൻഡ്രി ക്രെയിൻ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇതുവഴി പോകുമ്പോൾ അത്യാവശ്യ കാര്യത്തിന് പോവുകയാണെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ ഡിലേ ഇട്ടിട്ട് വേണം പോവാൻ. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗർഡർ വെക്കുന്ന പണിയൊക്കെ പല സ്ഥലത്തും ബാക്കി കിടക്കുന്നതുകൊണ്ട് ചേർത്തലയിൽ നിന്ന് ഇങ്ങോട്ട് ആ വണ്ടിക്കകത്ത് പടമണ്ടാരം നീളമുള്ള വണ്ടിക്കകത്ത് ഗർഡർ കൊണ്ടുവരുമ്പം ചില സമയത്ത് 1 മണിക്കൂറോ അതിന് മുകളിലോ നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. അല്ലാതെ തന്നെ ഈ ഒരു ഭാഗത്ത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ അതിന് ആ സമയം കണ്ടെത്തിയിട്ട് വേണം യാത്ര ആരംഭിക്കാൻ. നമ്മൾ എരമല്ലൂർ ഭാഗത്തായിട്ട് എത്തുമ്പോൾ കണ്ട് ഇതേപോലെ വീണ്ടും പെയിന്റ് അടിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. സൈഡിൽ ഈ ഒരു മീഡിയന്റെ നിർമ്മാണവും അവർ കമ്പി ഉപയോഗിച്ചിരിക്കുന്ന ഫൈബർ കമ്പികൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പെയിന്റ് അടിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ ക്രെയിനൊക്കെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ ക്രെയിൻ ഉണ്ടല്ലോ, ആൾക്കാരെ ഉയർത്തുന്ന. ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ പേര് കാണും. നമ്മള് നാടൻ ഭാഷയിൽ ഇതിനെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പൊ കുറച്ച് പെയിന്റ് അടിയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നീല പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത്. നമ്മൾ എരമല്ലൂര് ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ താഴെ ഒരു സിഗ്നൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എരമല്ലൂരിൽ നിന്ന് അങ്ങോട്ട് പടിഞ്ഞാറോട്ട് പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ ഭാഗം ആയതുകൊണ്ട് താഴെ ഒരു സിഗ്നൽ കാണും ചിലപ്പോൾ. വാഹനങ്ങൾ തിരക്കുള്ള സമയമൊക്കെ ഉള്ള സമയത്ത് 10 മണി 11 മണിയൊക്കെ സമയത്ത് ഇവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എപ്പോഴും ആൾക്കാർ കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഈ എരമല്ലൂർ ജംഗ്ഷൻ ഭാഗം. അപ്പോൾ അവിടെ ഒരു സിഗ്നൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പണികളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈഡില് വലതുഭാഗത്ത് തൂണുകളുടെ താഴെ നമുക്കിപ്പോ ഇവിടൊക്കെ അവരാ ഇരുമ്പിന്റെ ബാരിക്കേഡ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്, ഷീറ്റിന്റെ ബാരിക്കേഡ്. പിന്നെ പെയിന്റ് അടിക്കുന്നതിന് മുമ്പേ ആറൂരിപ്പാതയുടെ ഫ്ലൈ ഓവറിന്റെ താഴെ അവര് പാച്ച് വർക്ക് പുട്ടിയൊക്കെ ഇട്ട് തുടങ്ങത്തില്ലേ, ആ പരിപാടികളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്തതുപോലൊക്കെയുള്ള പണി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇടയ്ക്കായിട്ട് കൊണ്ടുവന്ന് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇവിടൊക്കെ ഡ്രൈനേജിന്റെ പണി ഇടതുഭാഗത്തൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡ്രൈനേജിന്റെ പണിയൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. പണി ഇപ്പം സമയം 6:30 കഴിഞ്ഞ് 6:35 ഞായറാഴ്ച രാവിലെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഡേറ്റ് 12/10/2025. ഇവിടെ ഇടതുഭാഗത്തൊക്കെ ഡ്രൈനേജ് കുറച്ച് താഴ്ചയിലാണ് വന്നിരിക്കുന്നത്. നല്ല തിരക്കുണ്ട്. സാധാരണ രീതിയിൽ ഞായറാഴ്ച രാവിലെയൊക്കെ തിരക്കില്ലാതെ വരേണ്ട ഒരു സമയമാണ്.
ഞായറാഴ്ച രാവിലെ എല്ലാവരും കിടന്നുറങ്ങേണ്ട സമയമാണ്. ഇതിപ്പോ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. വാഹനങ്ങളൊക്കെ ഇനി ഉള്ള വാഹനങ്ങൾ പതുക്കെ പോന്നോണ്ടായിരിക്കും. നമുക്കിപ്പോ രണ്ട് സൈഡിലും അരൂരിപ്പാത പണി നടക്കുന്ന, ഈ എലിവേറ്റഡ് ഇവിടെ പണി നടക്കുന്ന താഴത്തെ രണ്ട് സൈഡിലും ഗതാഗത യോഗ്യമല്ല ഈ റോഡുകൾ. കുണ്ടും കുഴിയും ആയിട്ടുള്ള റോഡുകളാണ്. കവല എത്തിയിട്ടുണ്ട് കേട്ടോ. പണികൾ ഇവിടെയും പെയിന്റ് അടിയൊക്കെ കുറച്ച് താഴ്ഭാഗത്തെ കാഴ്ചകളിൽ തൂണിന് പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞതായിട്ടുണ്ട്. ഇവിടെ പിന്നെ കുറച്ച് ഇത് എവിടുന്ന് കൊണ്ടുവന്ന മണ്ണാണ് വലതുഭാഗത്തായിട്ട്. എനിക്ക് സൈഡിൽ നിന്ന് തുറന്ന് മാറ്റിയെടുത്ത മണ്ണായിരിക്കും. തൂണുകളുടെ താഴ്ചയിൽ അവര് കുറച്ച് പണിയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ തൂണിന്റെയും അടിഭാഗത്തായിട്ട് അന്നേരം എടുത്ത് മാറ്റിയിട്ടുള്ള മണ്ണായിരിക്കും ഈ സൈഡ് വലതുഭാഗത്തൊക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു എക്സിറ്റ് പോയിന്റ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും കണ്ടോ, ഇടത് ഭാഗത്തായിട്ട്. പാതയ്ക്കായിട്ട് വേണ്ടി ഗർഡറുകൾ 2 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. 2 ഗർഡറുകൾ വെച്ചിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഓരോ സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണത്തിനായിട്ട് കമ്പി വെച്ചതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ നമുക്കിപ്പം പണിക്കാരെ ഒന്നും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിപ്പം ചന്ദരൂരാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ചന്ദരൂര് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അരൂര്. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. മുമ്പിൽ എന്തെങ്കിലും ലോഡും കൊണ്ട് പോകുന്ന ഏതെങ്കിലും വാഹനങ്ങൾ കാണും. അതാണ് ചിലപ്പോൾ ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം പതുക്കെ പോകുന്നത്. മാഞ്ഞാലി ബിരിയാണി. ഒരു ഭാഗത്തൊക്കെ പണികൾ പെയിന്റ് പരിപാടികളൊക്കെ ഇനി പുരോഗമിക്കാനുണ്ട്. ചന്ദ്രൂര് നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പോട്ട് പോകുന്നിടത്ത് എനിക്ക് തോന്നിക്കുന്നത് കുറച്ചും കൂടെ തൂണുകളുടെ ഒക്കെ പണികൾ കഴിയാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ എന്തുവാ ഇവിടെ വലതുഭാഗത്തായിട്ട് അവര് ഇരുമ്പിന്റെ ബീം അഴിച്ച് മാറ്റിയിരിക്കുന്ന പരിപാടികൾ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ അഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. പണികളിഞ്ഞ് സ്പീഡാവുമെന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHAI ഓരോ ദിവസവും പണി തീർക്കാത്ത പക്ഷം കരാറ് കമ്പനിക്കാർക്ക് 60,000 രൂപ ഡെയിലി ഫൈൻ അടിച്ചു കൊടുക്കാൻ പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം
ചന്ദ്രൂര് കഴിഞ്ഞ് അരൂര് ഭാഗത്ത് പോകുമ്പം ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പിന് പണി പുരോഗമിക്കാനുണ്ട്. ഗാൻട്രി ക്രെയിന് നിപ്പുണ്ട്. കുറച്ചും കൂടെ തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗർഡറുകൾ വെക്കാനായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടോ, തൂണുകളിൽ ഇനിയും പണി പൂർത്തിയാവാനുണ്ട്. ഗാൻട്രി ക്രെയിൻ ഉണ്ട്, പണി നടക്കുന്നുണ്ട്. അടുത്ത സപ്പോർട്ട് ചെയ്തുകൊണ്ട് തൂണിന്റെ മുകളിൽ ഇരുമ്പിന്റെ ബീമൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടം കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. തൂണുകൾ ഇനി അടുത്ത പ്രധാനപ്പെട്ട ജംഗ്ഷൻ വരുന്നത് അരൂരാണ്. അരൂർ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് പോകുന്നത്. പെയിന്റടി വർക്കുകളൊക്കെ കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി ഇടയ്ക്ക് ഇവിടെ മീഡിയൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. പിന്നെ ഇടതു ഭാഗത്തായിട്ട് ഡ്രൈനേജിന്റെ പണി പുരോഗമിക്കാനായിട്ട് കാണാം. ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ഇവിടൊക്കെ പണി ഏകദേശം കുറച്ചൊക്കെ പുരോഗമിച്ചിട്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ പിറക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തുനിന്നൊക്കെ. മറ്റേത് നമുക്ക് ഒരു വണ്ടിയൊക്കെ കഷ്ടിച്ച ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളായിരുന്നു. ഇവിടെ നിന്നൊരു ഇരുമ്പിന്റെ ബാരിക്കേഡൊക്കെ വെച്ചിരിക്കുമായിരിക്കും ഈ സൈഡിലൊക്കെ. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്നും ഒരുപാട് സാധനങ്ങൾ, പണി സാധനങ്ങളൊക്കെ കഴിഞ്ഞ പരിപാടികളെല്ലാം കഴിഞ്ഞെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ തൂണിന്റെ താഴ്ഭാഗത്ത് ഈ ഏതെങ്കിലും വണ്ടി കൊണ്ടിട്ട് ഇടിക്കുകയാണെങ്കിൽ തൂണിന് കേടുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെയർ പോലെ അവർ സൈഡിൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ നിർമ്മാണവും കണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ വെള്ള കളറിൽ ഇങ്ങനെ കാണാൻ പറ്റും. പെയിന്റ് അടിക്കാതിട്ടിരിക്കുന്ന ഭാഗമാണ്. അവിടെ അത്രത്തോളം പണി കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധം ഒതുങ്ങി കിടക്കുകയാണ്. ഈ പെയിന്റ് അടിയും പിന്നെ മീഡിയൻ നിർമ്മാണവും. ഇവിടെ ഇടതുഭാഗത്തായിട്ട് ഡ്രൈനേജിന്റെ പണി കഴിഞ്ഞിട്ടില്ല. അതിന്റെ പരിപാടിയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നടക്കാൻ
ആ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പം കൃത്യം എത്തിയിരിക്കുന്നത്. ചില വലിയ വാഹനങ്ങളൊക്കെ അതുവഴിയാണ് പോകുന്നത്. അരുക്കുറ്റി പാലം കയറി അങ്ങനെ നേരെ ചെന്ന് ചേർത്തല ചെന്ന് കയറി. ഏകദേശം അരൂര് ജംഗ്ഷൻ ഭാഗത്തായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അറുവരി എലിവേറ്റഡ് ഹൈവേയുടെ എന്റെ ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ ഗ്യാപ്പുണ്ട്, പിയർ ക്യാപ്പിന്റെ ഒക്കെ നിർമ്മാണം നടക്കാനുണ്ട്. കണ്ടോ, ഒരെണ്ണത്തിൽ ഇവിടെ പിയർ ക്യാപ്പിന്റെ നിർമ്മാണം പെൻഡിങ് കിടക്കുകയാണ്. ഇത് കഴിഞ്ഞ് മുമ്പോട്ട് നേരെ പോവുകയാണ്. പ്രൈവറ്റ് ബസ്സുകാർ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ കയറി. പണികൾ നമ്മൾ കാണുന്ന രീതിയിൽ ഇത്രത്തോളം പുരോഗമിച്ചിരിക്കുകയാണ്. ആറുവരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം. ജോലിക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, പണി തുടങ്ങിയിരിക്കുകയാണ്. ഞായറാഴ്ചയായിട്ട് ജോലിക്കാരുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പോൾ ജോലിക്കാർ വന്നിട്ടുണ്ട്. സമയം ഇപ്പം 6:45 പണി തുടങ്ങിയതായിട്ട് കാണാൻ പറ്റും. ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. എക്സിറ്റ് ഇടക്കൊച്ചി ഭാഗത്തേക്ക് പോകുന്നതിന് തുറവൂരിൽ നിന്ന് അരൂരോട്ട് ഭാഗത്തോട്ട് പോകുമ്പോൾ എക്സിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു പണിയാണ് ഇടതുഭാഗത്തായിട്ട് തൂണുകളിൽ നമ്മൾ കാണുന്നത്. അപ്പം ഗർഡറുകൾ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഗർഡറുകൾ കൊണ്ടുവരുന്ന വണ്ടിയാണ് ഈ ഒരു ഭാഗത്ത് വലത്തേ സൈഡിൽ ഇപ്പം കഴിഞ്ഞു പോയ സ്ഥലത്ത് ഇട്ടിരിക്കുന്നത്. ഗർഡറുകൾ ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മള് അരൂര് ജംഗ്ഷൻ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂറ്റൻ ക്രെയിനുകൾ ഉപയോഗിച്ചിട്ടാണ് ഗർഡറുകൾ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ഡ്രോൺ വീഡിയോ അരൂര് തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ ചെയ്യുമ്പം അതിൻ്റെ അടിഭാഗത്ത് എന്താണെന്നുള്ളതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പം ഇത്രയും നേരം കണ്ടത്. ഞാനിനി ഇവിടുന്ന് നേരെ ലെഫ്റ്റ് എടുത്ത് തിരിഞ്ഞു കയറിയാണ് പോകുന്നത്. അങ്ങോട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഡ്രോൺ വീഡിയോയിൽ കണ്ടതുപോലുള്ള കാഴ്ചകളാണ്. പിയർ ക്യാപ്പിന്റെ നിർമ്മാണം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്. കാത്തിരിക്കുക.